ബെസ്റ്റ് സ്റ്റേ എവിടെ എടുക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഗോകർണയിലാണുള്ളത്. ഗോകർണ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എവിടെയാണ് നിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലം എവിടെയാണ് നമുക്ക് നോക്കാം. ഓം ബീച്ചുണ്ട്, ഇവിടെ കട്ല ബീച്ചുണ്ട്. അപ്പോൾ ഓം ബീച്ചിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും നന്നായിട്ട് കുറച്ചുകൂടെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ് ഓം ബീച്ച്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഹാഫ് മൂൺ ബീച്ചിലോട്ടുള്ള ട്രെക്കിംഗ് ഒക്കെ പോകാൻ പറ്റുന്നതാണ്. രാവിലെ ഒരു സൺറൈസൊക്കെ കണ്ട് നേരെ ഹാഫ് മൂൺ ബീച്ചിലോട്ടൊക്കെ ട്രെക്കിങ്ങിനൊക്കെ പോകാം. അപ്പോൾ ഇവിടെ ഓം ബീച്ച് വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റേ എവിടെ എടുക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. രണ്ട് ഹാഫ് സർക്കിൾ കിടക്കുന്ന പോലെ രണ്ട് കർവ്ഡ് ഷേപ്പിലായിട്ടാണ് ഇത്, അതായത് ഒരു ഓമിൻ്റെ ഷേപ്പിലാണ് ഈ ഓം ബീച്ച് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും എൻഡ് പോയിന്റിലാണ് ഞാൻ ഈ പറയുന്ന സ്പോട്ട് വരുന്നത്. കാരണം അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് സർക്കിൾ എന്ന് പറയുന്നത് കൂടുതലും ലോക്കൽസും ഇന്ത്യൻസൊക്കെ വരുന്ന ഒരു സ്പോട്ടാണ്. അതിൻ്റെ സെക്കൻഡ് സ്പോട്ട്, അതായത് നമ്മൾ ഏറ്റവും എൻഡിലോട്ട് പോകുമ്പോഴാണ് ഫോറിനേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്ന ഈ ഒരു ബീച്ച് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കയറി പോകുന്നത് ഗണേഷ് കഫേയിലാണ്. അപ്പോൾ ഇതിലൊരു 90% ആൾക്കാരും ഇവിടെ താമസിക്കുന്നതും ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നതും ഇവിടെ ഫോറിനേഴ്സാണ്. അപ്പോൾ ഈ ബീച്ചിൻ്റെ എൻഡ് പോയിന്റിൽ വരുന്ന ഒട്ടുമിക്ക ഷാക്കുകളിലും ഇതുപോലെ തന്നെ ഫോറിനേഴ്സാണ് കൂടുതൽ വരുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫുഡ് നമുക്ക് കിട്ടും, നല്ല ക്വാളിറ്റിയുള്ള ഫുഡ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡ് കാര്യങ്ങളാണ്. കുറേ വെറൈറ്റി ഉണ്ട്, ഇറ്റാലിയൻ ഉണ്ട്, മെക്സിക്കൻ ഉണ്ട്, പല വെറൈറ്റി ഡിഷസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ കേൾക്കാത്തതും കാണാത്തതായിട്ടുള്ള ഡിഷസ് വരെ അവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാം ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതലും ബീച്ച് ആക്റ്റീവ് ആവുന്നത്. കാരണം രാവിലെ നമുക്കിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ പോലും ഒരു 10 മണി കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റുകളെല്ലാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. പക്ഷെ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷമൊക്കെ ആകുമ്പോഴേക്കും ബീച്ച് ഭയങ്കര ആക്റ്റീവ് ആവും.